ഏതാണ്ട് 981 ഗ്രാമോളം MDMA ആണ് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. രഹസ്യവിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തപ്പെട്ട ഒരു റെയ്ഡിലാണ് ഈ കണ്ടെടുക്കപ്പെട്ടിട്ടുള്ളത്. ഈ കേസിലെ പ്രതി വയനാട് ജില്ലക്കാരനാണെങ്കിലും കോഴിക്കോട് ജില്ല കേന്ദ്രീകരിച്ചാണ് ഇയാൾ വിൽപ്പന നടത്തി വന്നിരുന്നത്. ഏതാണ്ട് മാർക്കറ്റിൽ ഏതാണ്ട് 50 ലക്ഷം രൂപയോളം വില വരും ഈ MDMAക്ക്. ഇന്നലെ വെളുപ്പിനെ ഇയാൾ ഡൽഹിയിൽ നിന്നും മംഗള എക്സ്പ്രസ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോൾ ആണ് ഈ കേസ് കണ്ടെടുത്തത്. വളരെ വിപുലമായ രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. ഹ്യൂജ് ക്വാണ്ടിറ്റി കേസ് ആയതുകൊണ്ട് തന്നെ ഇതിലെ വേറെ ആർക്കെങ്കിലും പങ്കുണ്ടോ എന്നുള്ള രീതിയിൽ തന്നെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഇതിൻ്റെ പേരിൽ ഇതുവരെ വേറെ കേസുകളുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പിന്നെ വളരെ ശക്തമായ രീതിയിൽ തന്നെ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങൾ നടത്തപ്പെടുന്നു. സമീപഭാവിയിലെ കണ്ടെടുക്കപ്പെട്ട ഏറ്റവും വലിയ കേസുകളിലൊന്നാണ്. സാർ, ഇയാളുടെ ഓപ്പറേഷൻ എങ്ങനെയാണ്? ഇപ്പം ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി ഇവിടെ കൊണ്ടുവരുന്നതും അത് വിതരണവും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് സംബന്ധിച്ച്? ഇയാളിൽ നിന്നും അറിഞ്ഞ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാൾ ഡൽഹിയിലെ 30-ാം തീയതി പോവുകയും അവിടെ നിന്ന് ഏതോ ഒരു ആഫ്രിക്കക്കാരൻ്റെ നിന്ന് വാങ്ങിയെന്നാണ് പറയുന്നത്. അത് പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലെത്തിയിട്ട് യുവജനങ്ങളെ ലക്ഷ്യമിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇത് വളരെ ചെറിയ പാക്കറ്റുകളിലാക്കി 1/2 ഗ്രാം 1 ഗ്രാം അങ്ങനെയൊക്കെയുള്ള ക്വാണ്ടിറ്റിയിലാക്കിയതിന് ശേഷം ഗ്രാം ഒന്നിന് ഏതാണ്ട് 5000 തൊട്ട് 6000 രൂപ വരെ വില വെച്ചാണ് ഇവർ വിറ്റുകൊണ്ടിരിക്കുന്നത്. പിന്നെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടന്നു വരുന്നു. അതനുസരിച്ചുള്ള തുടർ നടപടികൾ ഉണ്ടാകുന്നതാണ്. ഇയാൾ കാരിയറുമാണ്, അതോടൊപ്പം തന്നെ വിൽപ്പനക്കാരനുമാണ്. കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ അങ്ങനെയാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. എനിക്ക് കിട്ടിയ രഹസ്യ വിവരത്തിലും അത്തരത്തിൽ തന്നെയാണ് പറഞ്ഞിരുന്നത്. DNA ചോദ്യം ചെയ്തപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. അല്ല, ഇത് വിദ്യാർത്ഥികൾ എന്നുള്ള രീതിയിലേക്ക് അയാൾ പറഞ്ഞിട്ടില്ല. പക്ഷേ ആ വഴിക്ക് ഞങ്ങൾ അന്വേഷണം നടത്തുന്നുണ്ട്. അയാൾ ഇത് കൊയിലാണ്ടി പ്രദേശങ്ങൾ ആണ് പുള്ളി ലക്ഷ്യമിടുന്നതെന്നാണ് ഇതുവരെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയത്. കൊയിലാണ്ടി, വടകര, അതുപോലെ തന്നെ ഈ കോഴിക്കോട് ജില്ലയുടെ ഔട്ടർ ഏരിയാസ്, കോഴിക്കോട് സിറ്റിയുടെ ഔട്ടർ ഏരിയാസ് ആണ് ഇയാൾ ലക്ഷ്യമിടുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. സാർ, പൊതുവേ ഇങ്ങനെ കൊണ്ടുവരുന്ന ഈ ഒരു ക്വാണ്ടിറ്റി ഉണ്ടല്ലോ, അത് താഴെ തട്ടിലേക്ക് വിതരണം ചെയ്തു പോകുന്ന രീതിയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇയാളിൽ നിന്ന് തന്നെ മറ്റ് കണക്ഷൻസ് നമുക്ക് അതിലേക്ക് പോകാൻ പൊതുവെ പറ്റാറില്ല. ഈ പിടിക്കപ്പെടുന്ന ആളിൽ ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു സാഹചര്യമുണ്ട്. അതിന് തടയിടാൻ എന്താ ചെയ്യാൻ പറ്റുക? നിയമത്തിൻ്റെ പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. നിയമപരമായി ചെയ്യാവുന്ന എല്ലാ രീതിയിലും DNA ചോദ്യം ചെയ്തു വരുന്നു. DNA നിന്നും അറിഞ്ഞോ അറിയാതെയോ പുറത്തു വരുന്ന വാക്കുകളെ ശരിയായ രീതിയിൽ വിശകലനം ചെയ്തുകൊണ്ട് ചെയ്യാവുന്ന എല്ലാ പ്രവൃത്തികളും ഞങ്ങൾ ചെയ്തു വരും. അതെ, അയാൾ ഡൽഹിയിൽ നിന്നും ഇത് വാങ്ങിച്ചതിന് ശേഷം ബാഗിൽ ഒളിപ്പിച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത്തരത്തിലുള്ള ഒരു വിവരമായിരുന്നു എനിക്ക് കിട്ടിയത്. ഇതുവരെ നടത്തിയ അന്വേഷണത്തിൽ അത്തരം ഒരു കേസിൽ അയാൾ ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ല. അത് എത്രത്തോളം വിശ്വാസ്യതയുള്ളതാണെന്ന് നമുക്കറിയില്ല. പക്ഷേ അതേപ്പറ്റി വിശദമായിട്ടുള്ള അന്വേഷണം ആ വഴിക്ക് നടന്നു വരുന്നു. അത് അവർ പറയുന്നതാണ്. നമുക്കതേപ്പറ്റി അതൊന്നും നമുക്കിപ്പം അയാൾ പറഞ്ഞത് 2ാമത്തെ പ്രാവശ്യമാണ് പോകുന്നതെന്നാണ്. അതേപ്പറ്റി അന്വേഷണം നടന്നു വരുന്നു. അത്രയും എനിക്ക് പറയാം. അല്ല, സ്റ്റുഡൻ്റ് അല്ല. അയാൾ പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല.